ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞങ്ങളിവിടെ അവലോസുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ശർക്കരപ്പാനി അമ്മ അവിടെ ചൂടാക്കേണ്ട ഉരുളിയിൽ ഞാനിവിടെ അവലോസ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ്. പിന്നെ അതിലേക്ക് ചുക്കും അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിച്ചിട്ട് ഒരു പൗഡറും കൂടി അമ്മ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എനിക്ക് അറിയില്ല കേട്ടോ. അമ്മയാണ് അതൊക്കെ ഉണ്ടാക്കാറ്, വീട്ടിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. എനിക്കിതിൻ്റെ ഒന്നും റെസിപ്പി അറിഞ്ഞൂടെ, കണ്ടിങ്ങനെ കേട്ടണമെന്നല്ലാണ്ട് ഉണ്ടാക്കി ഞാൻ സ്വയം നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി നമ്മളിത് ഉണ്ട പിടിക്കുകയാണ് ഇതുപോലെ. അപ്പോൾ അപ്പച്ചനും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി വേണം നമ്മൾ ഉണ്ട പിടിക്കാനായിട്ട്, എന്നാലാണ് അത് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ. എനിക്കിത്തിരി സോഫ്റ്റ് ആയിട്ടാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലെ അച്ചപ്പ് ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ ഇങ്ങനെ അവലോസ് ഉണ്ടാക്കി വെച്ചാൽ പുറത്തുനിന്നുള്ള പലഹാരങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാമല്ലോ. അപ്പോൾ അവലോസുണ്ട നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായി. അപ്പോൾ ഇനി ഇപ്പോൾ സമയം 12 മണിയായി, ഒരു 12:30 കഴിയുമ്പോൾ ഊണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനമ്മയും മാത്രമേ ഉള്ളൂ. ഒരു കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അമ്മയ്ക്ക് മാത്രം മതിയല്ലോ. പിന്നെ എന്നോട് ചിലർ ചോദിച്ചിരുന്നു എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഡെയിലി യൂസ് ചെയ്യാറുണ്ടോ എന്ന്. ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ബോഡി ലോഷനും ഒരു ഫേസ് ക്രീമും. അത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലതാണ്, രണ്ടും ഏതാണ് നല്ലതാണ്. വലിയ അലർജി കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒട്ടും ഒരു മോട്ടിവേഷൻ കിട്ടണില്ല, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ലേ. എനിക്കാണെങ്കിൽ ചില ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. അങ്ങനെ ഒരു എനർജിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആകെ ഇങ്ങനെ കോഴി വെള്ളത്തിലിട്ട പോലെ ആവും, ഒരു എനർജി ഇല്ലാത്ത പോലെ. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ ഒരു 3-4 ദിവസമായിട്ട്. എനിക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് തോന്നണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നൂണ് കഴിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ടുള്ള കാര്യമുള്ളൂ എന്ന്. അപ്പോൾ ചോറൊക്കെ കഴിച്ച്, അപ്പോൾ ചോറിൻ്റെ കൂടെ കറിന്ന് മത്തങ്ങ എരിശ്ശേരിയാണ്. ഇത് എന്ന് വെച്ചാൽ കായും മത്തങ്ങയും പയറും കൂടി ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഇത്തിരി ഗ്രേവി പോലെ എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ട പൊരിച്ചത്, 2 പപ്പടം, അച്ചാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് സാധാരണ ഉറങ്ങാറില്ല. ഉറങ്ങുന്ന ടൈമാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എഴുന്നേക്കാൻ മൂങ്ങയുടെ പോലെ. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചില സമയത്ത് പണികൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കാരണം കുറേ കളർഫുൾ സാധനങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഷ്യൻ കവറൊക്കെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓൾറെഡി ഉള്ളതാണ്. ഞാൻ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വീട്ടിൽ ആകെ ഒന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിക്കുകയാണ്, കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ വേനൽക്കാല ഡെക്കറേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് കളർഫുള്ളായ രീതിയിൽ. അപ്പോൾ എനിക്കിങ്ങനെ വളരെ മോട്ടിവേഷൻ തോന്നാതെ വളരെ മുഷിച്ചിൽ തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടിലാകെ അങ്ങോട്ട് കുറേയൊക്കെ ചേഞ്ചസ് വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്രാഫ്റ്റിലോട്ട് പോകാം. കുഞ്ഞു ക്രാഫ്റ്റാണ്, വേഗം കഴിയും, നിങ്ങൾ ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കപ്പുകൾ ഞാൻ പിങ്കും അതുപോലെ തന്നെ യെല്ലോ കളർ പെയിൻ്റ് അടിക്കുകയാണ്, ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ കപ്പുകൾ അവിടെ ഉണങ്ങാനിരിക്കട്ടെ. ആ ടൈം കൊണ്ട് ഞാൻ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാണ്. ഇത് കുറച്ച് പോം ഫ്ലവേഴ്സാണ്. ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടാണ്, കമ്പിളി നൂല് വെച്ചിട്ട്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, പോം ഫ്ലവേഴ്സ് മേക്കിംഗ് എന്ന് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കിട്ടും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ഈർക്കിലീമ കുത്തി വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ പോട്ട് വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അതിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളും എന്നാൽ അധികം ചിലവൊന്നും വരാത്ത നല്ല രസമുള്ളൊരു ക്രാഫ്റ്റാണ്. ഇങ്ങനെ ഫ്ലവർ പോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ ബോട്ടിൽസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനത്തെ പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാനൊരു 3 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ചെറിയ ഗ്ലാസ്സുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ചെടികളാണ് വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഒറിജിനൽ ചെടികൾ അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ കടുകോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും മുളപ്പിക്കണമെങ്കിൽ മുളപ്പിക്കാം. ഈ കുഞ്ഞി കപ്പിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനത്തെ ചെടികൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്.
ഇനി ഇത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റാണ്. ഇത് ഇത്തിരി കൂടി സമയം എടുത്തതാണ്. ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ടേബിൾ മാറ്റ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6-7 ഷീറ്റോളം മഞ്ഞ, റോസ് അങ്ങനെ ഓരോ കളേഴ്സിൽ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൽ സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ സ്ക്വയർ പീസസ് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് എടുക്കാം. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത പീസസ് നമ്മളൊരു ത്രികോണം പോലത്തെ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു കോണൊക്കെ മടക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ. എന്നിട്ട് നമ്മൾ ആ റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് മാത്രമേ കുറച്ചും കൂടി ടൈം എടുത്തുള്ളൂ. മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷമ പോയി തുടങ്ങി. എന്നാലും ഞാൻ അങ്ങോട്ട് ചെയ്തു. കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് വരുമ്പോൾ ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നി. അപ്പോൾ ഇനി അതെല്ലാം തന്നെ ആദ്യം ഔട്ടർ ലെയർ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഒട്ടിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ടോ എന്തെങ്കിലും പശ വെച്ചിട്ട് നന്നായി ഒട്ടുന്ന പശ വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുമരും ഇതുപോലെ തൂക്കിയിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ മാറ്റ് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാം. ഒരു കളർഫുൾ ഒരു എഫക്റ്റ് കിട്ടാനാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയതിട്ടാ. അപ്പോൾ ഇനി ഞാൻ ലിവിങ് റൂം ജസ്റ്റ് ഒന്ന് വേഗം അടിച്ചിട്ടിട്ട് ഒന്ന് പൊടി തുടച്ചിട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് വെച്ച് കാണാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തതൊക്കെ വെക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കളർഫുൾ ഇതുപോലത്തെ കുഷൻ കവർ മുമ്പേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ 2 തലയണയാണ്. പിന്നെ ഒരെണ്ണത്തിൽ പഴയ പുതപ്പ് ഞാൻ മടക്കി വെച്ചിരിക്കണം കേട്ടോ. അല്ലാത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തലോണകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിലെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പിങ്കും യെല്ലോ കോമ്പിനേഷനാണ് കൊടുക്കാൻ വിചാരിച്ചത്. വീട്ടിലുണ്ടായിരുന്ന ഐറ്റംസും കുറച്ച് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. നല്ലൊരു കളർഫുൾ ഒരു ബ്രൈറ്റ് ആയിട്ട് ലുക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. അടുത്തത് എൻ്റെ ബെഡ്റൂമാണ്. അവിടെ ഫുള്ളൊന്ന് അടിച്ചു വാരിയിട്ടിട്ട് ഒന്ന് പൊടി
റൂമും കൂടിയാണ് ഒരുക്കാനുള്ളത്. അവിടെ യെല്ലോ കളർ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോകണം. അതിൻ്റെ കൂടെ ഒരു കുഷിൻ ഞാൻ വെക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ കുറേ ടോയ്സും ബുക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ള സാധനങ്ങൾ കുത്തി നിറയ്ക്കണം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ റൂമും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു യെല്ലോ കളർ ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട് റൂമിന്. പിന്നെ തണ്ണിമത്തങ്ങയുടെ കുഷ്യനും അത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാട്ടെ ഇവിടെ നിന്ന് വാങ്ങിയതല്ല. ഓൺലൈനിൽ ഞാൻ കണ്ടിരുന്നു, അത് വില എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ സമയത്തേക്കും മക്കളൊക്കെ വന്നു. ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം എനിക്ക് ഇതൊക്കെ കഴിഞ്ഞോടുകൂടി ശരിക്കും വയ്യാണ്ടായി. നല്ലൊരു ടൈം എടുത്തു, ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം എടുത്തു ഇത് ഫുള്ളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ അവലൂസുണ്ടയും പിന്നെ ചായ ഞാൻ കുടിച്ചു, മക്കൾക്കുള്ള പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് വേഗം കഴിക്കട്ടെ, നല്ല ക്ഷീണം. ഇനി ഒന്നും വേറെ ജോലികൾ ചെയ്യാനുള്ളൊരു എനർജി എനിക്കില്ല. ഏതാണ്ടൊക്കെ നല്ലൊരു എനർജിയൊക്കെ ഉള്ളത് ഈ പണിയിൽ അവസാനിച്ചു. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായി, മക്കളൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ തുണികൾ അലക്കിയിട്ടത് കാലത്ത് അലക്കിയതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അത് ഫുൾ മടക്കി വെക്കുകയാണ്. അന്നാന്ന് അലക്കി അന്നാന്ന് മടക്കി കഴിഞ്ഞാൽ കുറേ കൂടി ഈസിയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് പുറത്ത് വെയിലത്ത് വെക്കുന്നതുകൊണ്ട് വേഗം തുണികൾ ഒന്നുകൂടി വേഗം ഉണങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ എടുത്തത് അന്നാന്ന് മടക്കാണ്. മുകളിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇടുമ്പോൾ ഒരു കുഴപ്പം, അവിടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് തുണിയിൽ എടുത്തുകൊണ്ട് വരില്ല, മടക്കി വയ്ക്കാനൊരു മടിയുമാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷായി കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന എത്തിച്ച് പഠിപ്പിക്കാൻ ഇരുത്താണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ പിടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മക്കളും അത് നോക്കിയിരിക്കും, പഠിക്കാനുള്ള ശ്രദ്ധയൊക്കെ പോവും. മാത്രമല്ല എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല വീഡിയോ പിടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ നേരം ഷൂട്ടിങ്, നമ്മളൊരു ഫുൾ ഡേ ഒക്കെ ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും അടുക്കും. അപ്പോൾ ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, പഴയ വീഡിയോസ്, അതായത് ഈ ആഴ്ചയിലിട്ട വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം ഞാൻ പഴയ ബോട്ടിൽസൊക്കെ വെച്ചിട്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുണ്ടാക്കുന്ന ക്രാഫ്റ്റും, അതുപോലെ തന്നെ നമ്മുടെ തലമുടി കൊഴിഞ്ഞിട്ട് ഫ്ലോറിൽ വീണിട്ട് അതിൻ്റെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോയും, പിന്നെ ഇപ്പം ഇന്നലെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി ഐറ്റംസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അത് കാണാത്തവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ പറയാം. നിങ്ങൾ ഇതുപോലെ എന്തായാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എന്നോട് അത് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.